ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ചൂടിൽ നിന്നൊക്കെ ഒരു ഇത് കിട്ടാനും, അതുപോലെ ഇപ്പം നോമ്പ് സമയമാണല്ലോ, അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കിടിലൻ ഡ്രിങ്കാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പം കുറച്ച് കസ്കസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര, കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്, ബീട്രൂട്ട് വേവിച്ചിട്ടെടുത്ത ജ്യൂസാണ്. ഒരു നാരങ്ങ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് നാരങ്ങയുടെ നീര്, പിന്നെ ഐസ് ക്യൂബ്സും ഐസ് വാട്ടറും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നന്നാരിയുടെ സിറപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ സ്പ്രൈറ്റോ സോഡയൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ്. പിന്നെ നമുക്ക് കുറച്ച് പുതിനയില ആണെങ്കിൽ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. അതുപോലെ തന്നെ കസ്കസൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല കൂളിംഗ് എഫക്റ്റ് തരുന്ന സാധനമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു വലിയൊരു ജഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടാനുസരണം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. പഞ്ചസാര വേണമെങ്കിൽ ഒന്ന് അലിയിച്ചിട്ട് ചേർക്കുകയാണെങ്കിലും പെട്ടെന്ന് ഇതാക്കി കിട്ടുന്നതായിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാര്യം നമ്മുടെ പഞ്ചസാര ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അലിന്ന് വരണം. അതിനായിട്ട് നമ്മൾ നന്നായിട്ട് നമുക്കിതൊന്ന് പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര നന്നായിട്ട് അലന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ ആ പീസസ് ഉണ്ടല്ലോ, അതും കൂടെ ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ആ ഒരു സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ജസ്റ്റ് അതൊന്ന് കുത്തി കൊടുക്കുക. ഒത്തിരി അങ്ങ് ക്രഷ് ചെയ്ത് കൊടുക്കാം, ഒത്തിരി അങ്ങ് ചെയ്യേണ്ട. കാര്യം നാരങ്ങയുടെ വെച്ച് നല്ല പഴുത്ത നാരങ്ങ ഇങ്ങനെ കയ്പ്പ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ വാട്ടറോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഐസ് ക്യൂബ്സ് നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ബാക്കിയും കൂടെ അലിയാനുള്ളതെല്ലാം നന്നായിട്ട് അലന്ന് വരണം. അപ്പോൾ ഏകദേശം പഞ്ചസാര നന്നായിട്ട് അലന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ജസ്റ്റ് കാണാനും ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചും കാണുമ്പോൾ തന്നെ ഒരു രസമായിരിക്കും. അപ്പോൾ അവർ കുടിക്കാനും അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ നമുക്കും ആയാലും കാണുമ്പം ഒരു പുതിയൊരു ഡ്രിങ്ക് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കസ്കസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കസ്കസ് നമുക്കറിയാം, കസ്കസ് നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ട് കൂളിങ് തരുന്ന ഒരു സാധനമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പുതിനയില അല്ല, ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് അതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒത്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഒത്തിരി ആഡ് ചെയ്തിട്ട് 2 ഇല മാത്രം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബീട്രൂട്ട് ജസ്റ്റ് വേവിച്ചാണ്, ചെറിയൊരു മധുരം കൂടി ഇട്ടിട്ടാണ് വേവിച്ചത്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല രസമാണ്, നല്ല കളറാണ് കാണാൻ തന്നെ. പെട്ടെന്ന് ഇതൊരു നാരങ്ങാവെള്ളമാണ് ഒരിക്കലും പറയില്ല. അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നാരങ്ങയും കസ്കസും നമ്മുടെ മിൻറ്റ് ലീവ്സും എല്ലാം കൂടെ. ഇനി ഇതിലേക്ക് ബാക്കി കുറച്ച് വെച്ചിരുന്ന കസ്കസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഐസ് ക്യൂബ്സും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തിട്ട് ഇട്ടിട്ട് കുടിക്കാം. ഒരു മിൻറ്റ് ലീഫും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.